السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വർഗീയമായ അനുഭൂതികളെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ പഠന പരമ്പരയിൽ നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗവാസികളായ ആളുകളുടെ സൗകര്യങ്ങളും സുഖങ്ങളും അള്ളാഹു അവർക്ക് എത്രത്തോളം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇതിനകം ധാരാളമായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അവർക്ക് നൽകപ്പെടുന്ന വിഭവങ്ങൾ, ഭക്ഷണങ്ങളും പാനീയങ്ങളും എല്ലാം നമുക്ക് കണക്കാക്കാനാവാത്തത്ര ആസ്വാദനത്തിന്റെ, വ്യത്യസ്തങ്ങളായ രുചിഭേദങ്ങളുടെ, ഏറ്റവും വലിയ ആനന്ദത്തിന്റെ അനുഗ്രഹങ്ങളായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂന വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. സൂറത്തുൽ വാഖിയയിലെ 20-21 ആയത്തുകളിലൂടെ അല്ലാഹു പറയുകയാണ്, വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂന, അവർ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങൾ അവർക്ക് നൽകപ്പെടും. അവരെന്താണോ സെലക്ട് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്, അവരിഷ്ടപ്പെട്ട് തെരഞ്ഞെടുക്കുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങൾ. അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും. ലഹ്മ ത്വയ്ർ എന്നാണ് അല്ലാഹു അവിടെ പറഞ്ഞത്. പക്ഷിമാംസം, പക്ഷിയുടെ മാംസം, അതും മിമ്മാ യശ്തഹൂൻ, അവർ കൊതിക്കുന്ന തരത്തിൽ എല്ലാം അവർ തിരഞ്ഞെടുക്കുന്ന രൂപത്തിൽ, അവരാശിക്കുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ പക്ഷിമാംസവും. പക്ഷികളുടെ മാംസം മാത്രമാണെന്ന് വിചാരിക്കരുത്. സൂറത്തു തൂറിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് വേറൊരു രൂപത്തിലാണ്. വഅംദദ്നാഹും ബിഫാകിഹ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. ഫാക്കിഹത്തുകൾ കൊണ്ട് നാം അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കും. എന്നാൽ അവിടെ ലഹ്മ ത്വയ്ർ എന്ന് പറയാതെ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ, അവർ കൊതിക്കുന്ന മാംസമേതോ അതേതും. പക്ഷിമാംസം എന്നല്ല, ജന്തുമാംസമോ ഏത് മാംസമാണോ അവരാഗ്രഹിക്കുന്നത് അതവർക്ക് നൽകപ്പെടും. സൂറത്തു സുഖ്റഫിലെ 71-ാമത്തെ ആയത്തിൽ
വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുൻ. വഫീഹാ, അതിലുണ്ട്, ആ സ്വർഗത്തിലുണ്ട്, മാ തസ്തഹീഹിൽ അൻഫുസു, മനസ്സുകൾ എന്താണോ കൊതിക്കുന്നത് അത് മുഴുവനുമുണ്ട്. മനസ്സുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവിടെയുണ്ട്, കൊതിക്കുന്നതൊക്കെ അവിടെയുണ്ട്. വതലദ്ദുൽ അഅ്യുനു, കണ്ണുകൾക്ക് ആനന്ദവും ആസ്വാദനവുമുള്ളത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അവിടെയുണ്ട്. ഇതൊക്കെ നൽകപ്പെട്ടിട്ട് അവരോട് പറയപ്പെടും, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. സൂറത്തുൽ ഹാഖ 24-ാമത്തെ ആയത്ത്. നിങ്ങൾ ഭക്ഷിച്ചോളൂ, വശ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ, ഹനീഅൻ, സുഭിക്ഷമായി, യഥേഷ്ടം സുഭിക്ഷമായി ആഹരിച്ചോളൂ, കുടിച്ചോളൂ. എന്തേ നിങ്ങൾക്കിതൊക്കെ നൽകപ്പെടാൻ കാരണം? ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നിങ്ങൾ മുൻകൂറായി വല്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ വരാൻ വേണ്ടി. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നന്നായി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ ഫലമായി യഥേഷ്ടം, ഇഷ്ടം പോലെ ആസ്വദിച്ചോളൂ, തിന്നോളൂ, കുടിച്ചോളൂ എന്നവരോട് പറയപ്പെടും. അവർക്ക് നൽകപ്പെടുന്ന പ്രത്യേകമായ പാനീയങ്ങൾ പ്രത്യേകമായ ചില അരുവികളിൽ നിന്നാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. തസ്നീം, അതുപോലെ തന്നെ സെൽസബീൽ, അതുപോലെ തന്നെ കാഫൂർ കലർത്തപ്പെട്ടത്, അതുപോലെ തന്നെ പ്രത്യേകമായ നിലക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെടുന്ന സ്വർഗീയമായ തേനാറുകൾ, പാലാറുകൾ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള അഭിരുചി കൊത്ത വർണ്ണത്തിൽ ആ രൂപത്തിൽ അവർക്ക് തയ്യാറാക്കപ്പെടുന്ന പാനീയങ്ങൾ എല്ലാം അവർക്ക് നൽകപ്പെടുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളുമായി അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുകയാണ്. ഹദീസുകളിലേക്ക് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു യഹൂദിയാണ് ചോദിക്കുന്നത്, പ്രവാചകനോട് ചോദിച്ചു, മാ അവ്വലു ശൈഇൻ യഅ്കുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗവാസികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം എന്തായിരിക്കും? സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാദത്തു കബിദിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരളാണത്. നമുക്ക് പരിചയമുള്ള മത്സ്യമല്ല, നമുക്ക് പരിചയമുള്ള കരളുമല്ല. അതെന്താണ് അതിലടങ്ങിയ ഹിക്മത്ത്? അല്ലാഹു അഅലം. എന്തായാലും സിയാദത്തു കബിദിൽ ഹൂത്താണ്, മത്സ്യത്തിന്റെ കരളിന്റെ ഏറ്റവും നല്ല ഭാഗമാണ്. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവന് ഒരു വിരുന്നുകാരൻ വന്നാൽ ആദ്യം കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം പോലെ നൽകപ്പെടുന്നതെന്ന് സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, മാ തുഹ്ഫത്തുഹും ഹീന യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുന്ന അവസരത്തിൽ അവർക്ക് നൽകുന്ന ആദ്യത്തെ അനുമോദന ഭക്ഷണം ഏതാണ്? ആദ്യം കൊടുക്കുന്ന ഫുഡ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാദത്തു കബിദിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരളാകുന്നു. അതിന്റെ ശേഷം നൽകപ്പെടുന്ന ഭക്ഷണം വേറെ എന്താണ്? ഫമാ ഗിദാഉഹും അലാ ഇസ്രിഹാ, അത് കൊടുത്താൽ പിന്നെ അടുത്തതായിട്ട് നൽകപ്പെടുന്നത് എന്തായിരിക്കും? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒക്കെ സഹീഹ് മുസ്ലിമാണ്, യുൻഹറു ലഹും സൗറുൽ ജന്നത്തി അല്ലദീ കാന യഅകുലു മിൻ തുറാഫിഹാ, യുൻഹറു ലഹും, അവർക്കായി അറുക്കപ്പെടുന്ന സൗറുൽ ജന്ന, സ്വർഗീയമായ ഒരു പ്രത്യേക തരത്തിലുള്ള കാളയുടെ മാംസം. സ്വർഗീയമായ ഒരു പ്രത്യേക കാള അവർക്കായി അറുക്കപ്പെടും. അല്ലദീ, ഏതാണ് ആ കാള? അല്ലദീ കാന യഅകുലു മിൻ തുറാഫിഹാ, സ്വർഗീയമായ ഭാഗങ്ങളിൽ മേഞ്ഞു നിന്ന് നടഞ്ഞിരുന്ന ആ നിലക്കുള്ള കാളയുടെ മാംസം അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടും. വീണ്ടും ചോദ്യം, ഫമാ ശറാബുഹും അലൈഹി, അതിന്റെ പിറകെ അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത് എന്തായിരിക്കും? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഐനിൻ ഫീഹാ തുസമ്മാ സൽസബീല, സെൽസബീൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള അരുവിയിൽ നിന്നുള്ളതായിരിക്കും അവർക്ക് കുടിപ്പിക്കപ്പെടുക. ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സ്ഥലത്തായിക്കൊണ്ട് സഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ്. എന്താ ഇപ്പൊ ഇതൊക്കെ തെരഞ്ഞെടുക്കുന്നത്? അത് അല്ലാഹു അഅലം. അല്ലാഹുവാണല്ലോ ഏതിനെയും സൃഷ്ടിക്കുന്നത്, അവനാണല്ലോ ഏതിനെയും തെരഞ്ഞെടുക്കുന്നത്. ഖുർആൻ പറഞ്ഞതുപോലെ, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ,
നിന്റെ രക്ഷിതാവ് അവനാണ് സൃഷ്ടിക്കുന്നത്, അവനാണ് തെരഞ്ഞെടുക്കുന്നത്. അവനാണ് സൃഷ്ടിക്കുന്നത്, അവനാണ് തെരഞ്ഞെടുക്കുന്നത്. അതിലടങ്ങിയ ഹിക്മത്ത് എന്താണ്? ഈ മത്സ്യത്തിന്റെ കരള് കൊണ്ടുള്ള പ്രത്യേകമായ ഗുണങ്ങൾ, ഇതൊക്കെ ആധുനികമായ വൈദ്യശാസ്ത്രം ഈ ഹദീസിനെയൊക്കെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നൽകപ്പെടാനുള്ള കാരണം എന്തായിരിക്കും എന്നൊക്കെ ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അതാണെന്നൊന്നും പറയാൻ കഴിയൂല. അല്ലാഹു അഅലം അതിന്റെ ഹിക്മത്ത് എന്താണ്, അത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചതെന്ന അല്ലാഹുവിനെ തന്നെയാണ് അറിയുക. അത് പറഞ്ഞൊഴിയലാണ് ഉത്തമം. കാരണം നമുക്കതിന്റെ ഹിക്മത്ത് തേടി പോകേണ്ടുന്ന കാര്യം ഇല്ല. അതൊന്നുകിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. അവിടുന്ന് അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഇനി സുഹൃത്തുക്കളെ, അവിടെ നൽകപ്പെടുന്നത് പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അവിടെ തേനിന്റെ ആറുകളുണ്ട്, പാലാറുകളുണ്ട്, കള്ളാറുകളുണ്ട്, ഖംറിന്റെ നദികളുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഖംർ, വിശുദ്ധ ഖുർആൻ പറയുന്ന ആ സ്വർഗീയമായ അനുഭൂതികളിൽപ്പെട്ട ഖംർ ഐഹികമായ മദ്യത്തിന്റെ എല്ലാ ന്യൂനതകളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും അത് മുക്തമാണ്. അത് മുക്തമാണ്. ദുനിയാവിലുള്ള മദ്യം കുടിച്ച മനുഷ്യന്റെ ബുദ്ധി പോകും, അവന് തലവേദനയും മറ്റു രോഗങ്ങളും ബാധിക്കും. അതുപോലെ തന്നെ അവന് ഛർദിയുണ്ടാകും, വയറുവേദനയുണ്ടാകും, ശാരീരികമായി പല രോഗങ്ങൾക്കും കാരണമാകും. പല രൂപത്തിലുള്ള രോഗിയായിട്ട് അവൻ അവസാനം രോഗങ്ങളുടെ അധപ്പതനത്തിലേക്ക് അവൻ ആണ്ടുപോകും. അതുപോലെ തന്നെ അതിന്റെ നിർമ്മാണത്തിലും അതിന്റെ കളറിലും അതിന്റെ മറ്റു കാര്യങ്ങളിലുമൊക്കെ ന്യൂനതകൾ ദുനിയാവിൽ പ്രകടമാണ്. അമ്മാ ഖംറുൽ ജന്ന, എന്നാൽ സ്വർഗീയമായ മദ്യം ഫഇന്നഹാ ഖാലിയത്തുൻ മിൻ ദാലിക കുല്ലി ജമീല സാഫിയ റായിഖ, വളരെയേറെ വൃത്തിയുള്ള, നല്ല ചന്തമുള്ള, ഒരു നിലക്കുള്ള പോരായ്മകളും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മദ്യമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, യുതാഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ ബൈളാഅ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. ഉറവ് പൊട്ടി ഒഴുകുന്ന പാനീയത്തിന്റെ നിറകോപ്പയും കൊണ്ട് അവരിൽ ഇങ്ങനെ കുട്ടികൾ ചുറ്റി നടക്കപ്പെടും. സ്വർഗവാസികളുടെ ചുറ്റും ഇങ്ങനെ അവർക്ക് ചുറ്റിക്കറങ്ങപ്പെടും. എന്തുകൊണ്ട്? ബികഅസിൻ മിൻ മഈൻ, ഉറവ് പൊട്ടി ഒഴുകുന്ന നല്ല ജലത്തിന്റെ നിറകോപ്പയും കൊണ്ട്. ആ പാനീയം ബൈളാ, അത് വളരെ നല്ല വെളുത്ത നിറമുള്ളതാണ്. ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് വളരെ രുചികരമായതാണത്. ലാ ഫീഹാ ഗൗലുൻ, ഗൗൽ എന്ന് പറഞ്ഞാൽ കെടുതിയാണ്, പോരായ്മകളാണ്. ദുനിയാവിലെ മദ്യത്തിനുണ്ടാകുന്ന ഒരു പോരായ്മകളും കെടുതിയും അപകടവും അതുകൊണ്ടില്ല. മാത്രമല്ല വലാഹും യുൻസഫൂൻ, അവരതിനാൽ ലഹരി ഏർപ്പെടുകയുമില്ല. ആ നിലക്ക് ലഹരിയില്ലാത്ത മറ്റു ചിലക്കുള്ള ആനന്ദങ്ങളും ആസ്വാദനങ്ങളും മാത്രം അവർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു കോട്ടങ്ങളുമില്ലാത്ത മദ്യമാണ് അവിടെ നൽകപ്പെടുന്നത്. ഇനിയും സൂറത്തുൽ വാഖിയ 17 മുതൽ 19 വരെയുള്ള ആയത്തുകൾ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവർക്ക് ചുറ്റുമിങ്ങനെ ശാശ്വതത്വം നൽകപ്പെട്ട ബാലന്മാര് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, സേവകരായ നിലയ്ക്ക്. ആ കുട്ടികളുടെ കൈകളിൽ എന്തുണ്ട്? അക്വാബിൻ, കോപ്പകളുണ്ട്, കൂബുകളുണ്ട്, കോപ്പകളുമായി കൊണ്ട്, അബാരീഖ, കൂജകളുമായി കൊണ്ടും, വകഅസിൻ, പാനപാത്രങ്ങളുമായും, മിൻ മഈൻ, ശുദ്ധമായ നിലക്കുള്ള കള്ള് നിറച്ച പാനപാത്രങ്ങൾ. ലാ യുസദ്ദഊന അൻഹാ, അത് കാരണത്താൽ അവർക്ക് തലവേദന പിടിപെടുകയില്ല. സുദാൾ എന്നാണ് തലക്കുത്തിന് പറയാ, തലവേദന. ഞാൻ പറയണ ലാ യുസദ്ദഊന അൻഹാ, ആ മദ്യം കുടിച്ചിട്ട് തലവേദനയും അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. വലാ യുൻസിഫൂൻ, ലഹരി ബാധിക്കുകയുമില്ല. ആ നിലക്ക് പ്രത്യേകം തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള ഖംറാണ് സ്വർഗീയവാസികൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യുന്നത്. ഇനി സഹോദരന്മാരെ, ഹദീസുകളിൽ തന്നെ വിശദീകരിക്കുന്ന മറ്റു ചില പുതുമകളുണ്ട്. സ്വർഗീയമായ ആഹാര പദാർത്ഥങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ കഴിച്ചാൽ
ഭൗതികമായ ലോകത്ത് ആഹാരവും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് അവശിഷ്ടങ്ങൾ പുറത്തു വരാറുണ്ട്. മലമായും മൂത്രമായും അതുപോലെ തന്നെ മനുഷ്യനിൽ പല രൂപത്തിലുള്ള മാലിന്യങ്ങളും ഉണ്ട്. സ്വർഗീയമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ആ മനുഷ്യന് അതല്ലെങ്കിൽ സ്വർഗത്തിൽ അങ്ങനെ മൂത്രമോ കാഷ്ടമോ അതുപോലെ തന്നെ മൂക്കട്ടയോ നമ്മളെ കഫമോ തുപ്പലോ ഒന്നും അവിടെ ഇല്ല. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവ്വലു സുംറത്തിൻ തലിജുൽ ജന്നത സൂറത്തുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി ലാ യബ്സുഖൂന ഫീഹാ വലാ യംതഖിതൂന വലാ യബ്സുഖൂൻ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാമത്തെ സംഘം, സ്വർഗത്തിലേക്ക് കടന്ന് കയറുന്ന ഒന്നാമത്തെ സംഘം, സൂറത്തുഹും അവരുടെ രൂപം എങ്ങനെയായിരിക്കും? അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി, പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്ന രാത്രിയിലുള്ള ചന്ദ്രന്റെ ശോഭ പോലെയുള്ള ആ നിലക്ക് വലിയ ഭംഗിയോടെ പ്രകാശം ലഭിക്കപ്പെട്ട, പ്രകാശം വഹിക്കുന്ന വലിയ സുന്ദരന്മാരായ രൂപത്തില് അവര് സ്വർഗത്തിലേക്ക് നീങ്ങുന്നു. ലാ യബ്സുഖൂന ഫീഹാ, അതിലവർ തുപ്പുകയില്ല. ബുസാഖ് എന്ന് പറഞ്ഞാൽ തുപ്പുനീരാണ്, തുപ്പേണ്ട ആവശ്യം വരുന്നില്ല, അതില്ല. വലാ യംതഖിതൂന, അവര് കഫം പിഴിഞ്ഞ് മൂക്കിൽ നിന്നോ മറ്റോ കഫം പിഴിഞ്ഞെടുക്കേണ്ടി വരില്ല. വലാ യബ്സുഖൂൻ, അതുപോലെ തന്നെ ഒരു നിലക്കുമുള്ള തുപ്പുനീരും ബുസാഖോ ഇല്ല. കൃത്യമായിട്ട് പറയാം. ഇത് ആദ്യ സംഘത്തിന് മാത്രാണോ? പിന്നീട് പ്രവേശിക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ടോ? ഇല്ല. അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. അവിടുന്ന് വീണ്ടും വിശദീകരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് എന്റെ സമൂഹത്തിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നവര് പൂർണ്ണചന്ദ്രനെ പോലെയുള്ള പ്രകാശം പോലെ, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരോടടുത്ത ആളുകൾ, അലാ അശദ്ദി നജ്മിൻ ഫിസ്സമാഇ ളാഅതൻ, ആകാശലോകത്ത് ചന്ദ്രനെ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങുന്ന പ്രകാശപൂർണമായ നക്ഷത്രം ഏതാണോ ആ പ്രകാശം നൽകപ്പെട്ടവരായ നിലക്കാണ് പിന്നീടുള്ള സംഘം. സുമ്മഹും ബഅദ ദാലിക മനാസിൽ, അതിന്റെ ശേഷം അതിനേക്കാൾ ഒരൽപ്പം താഴെ പ്രകാശം നൽകപ്പെട്ടവർ. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഒന്നാമത്തെ ടീമും പിന്നീട് വരുന്നവരും തമ്മിൽ വ്യത്യാസം പ്രകാശം നൽകപ്പെടുന്ന വിഷയത്തിൽ മാത്രമാണ്. അതേ അവസരത്തിൽ അവർക്കൊക്കെയും ഒന്നിച്ചുള്ള ഗുണം എന്താണ്? ലാ യതഗവ്വതൂൻ വലാ യതബവ്വലൂന വലാ യംതഖിതൂന വലാ യബ്സുഖൂൻ. അവരെ കാഷ്ടിക്കുന്നതല്ല, മൂത്രിക്കുന്നതല്ല, മൂക്കള പിഴിയുന്നതല്ല, തുപ്പരുതേര് തെറിപ്പിച്ചുകൊണ്ട് തുപ്പുന്നവരുമല്ല. ഇതൊന്നും അവിടെ ഇല്ല, മനുഷ്യനിക്കില്ല. ഇതൊന്നും മനുഷ്യരിലില്ല. പ്രകാശത്തിന്റെ തോതിലേറ്റ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ എല്ലാ തരത്തിലും മാലിന്യമുക്തമാണ് മനുഷ്യന്റെ ബോഡി അവിടെയാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവും. ആ സംശയം സഹാബത്തും ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ കഴിക്കണതൊക്കെ എങ്ങട്ടാ പോണ്? ഇതൊരു ചോദ്യമാണല്ലോ. സഹാബത്തും ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, സഹീഹ് മുസ്ലിമിൽ തന്നെ നമുക്ക് കാണാം, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. എന്താ കേട്ടത്? ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ വയശ്റബൂന വലാ യത്ഫലൂന വലാ യതബവ്വലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂൻ. ഈ പറഞ്ഞതൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ. സ്വർഗവാസികൾ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പാനീയങ്ങൾ കുടിക്കുന്നുണ്ട്, എന്നാൽ അവർക്ക് തുപ്പുനീരില്ല, മൂത്രമൊഴിക്കുന്നില്ല, കാഷ്ടിക്കുന്നില്ല, ആ നിലക്കുള്ള പിന്നെ കഫത്തിന്റേതായ ഏതെങ്കിലും മാലിന്യങ്ങളില്ല, അതൊന്നുമില്ല അവർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടപ്പോൾ ഖാലു, സഹാബത്ത് ചോദിച്ചു, ഫമാ ബാലു തആം, ഫമാ ബാലു തആം. അപ്പൊ ഈ ഫുഡിന്റെ ഒക്കെ കാര്യം എന്താ? അപ്പൊ ഈ ഭക്ഷണമൊക്കെ പിന്നെ എന്തായി മാറുക? എന്തെങ്കിലും ഒന്ന് പുറത്തു പോണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുശാഉൻ കജുശാഇൽ മിസ്കി, ജുശാഉൻ കജുശാഇൽ മിസ്കി,
കസ്തൂരി മണം വീശുന്ന ഏമ്പക്കമായി രൂപാന്തരപ്പെട്ട് പുറത്തു പോകുന്നു. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, അവരുടെ വിയർപ്പ് കസ്തൂരിയുടെ മണമാണ്, വിയർത്തു പോകുന്നു. ദുന്യാവിലെ വിയർപ്പല്ല, അത് കസ്തൂരിയുടെ സുഗന്ധമുള്ള വിയർപ്പാണ്. അപ്പൊ ഏമ്പക്കവും അല്ലെങ്കിൽ ലക്കിള് അല്ലെങ്കിൽ തികട്ടല് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ വിയർപ്പുമൊക്കെ അതൊക്കെ കസ്തൂരിക്ക് സമാനം, അതല്ലെങ്കിൽ കസ്തൂരി പൂർണ്ണമായത്. വറഷ്ഹുമുൽ മിസ്കു, അവരുടെ വിയർപ്പ് അത് കസ്തൂരിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിന് തുടക്കത്തിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അംശാതുഹുമുദ് ദഹബു, അവർക്ക് മുടി ചീകാനുള്ള കോമ്പ്, ചീർപ്പ്, സ്വർഗവാസികൾക്ക് മുടി ചീകാനുള്ള ചീർപ്പുകൾ അദ്ദഹബ്, സ്വർണമാകുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതൊക്കെയാണ് പ്രത്യേകമായ നിലക്കുള്ള, നമുക്ക് വിചാരിക്കാനോ നമുക്ക് മനസ്സിൽ കൊണ്ട് ചിന്തിക്കാനോ കഴിയാത്തത്ര. അതാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനിയോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാശിയയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ. ഫീഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്തൂസ. നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ ഗാശിയ. എന്താ അല്ലാഹു തആല അവിടെ പറയുന്നത്? ഫീഹാ സുറുറും മർഫൂഅ, അതിൽ ഉയർത്തി വെക്കപ്പെട്ട സോഫകളുണ്ട്, കട്ടിലുകളുണ്ട്, സോഫകളുണ്ട്. വഅക്വാബിൻ മൗദൂഅ വഅക്വാബും മൗദൂഅ, തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളുമുണ്ട്, പാനീയങ്ങൾ നിറച്ചു വെച്ച് തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളുമുണ്ട്. വനമാരിഖു മസ്ഫൂഫ, അണിയണിയായി വെക്കപ്പെട്ട മെത്ത തലയിണകളുണ്ട്. നമാരിഖ്, നല്ല തലയിണകൾ, അതിങ്ങനെ ഭംഗിയാർന്ന് അണിയിച്ചൊരുക്കി അണിയായി വരിവരിയാക്കി വെക്കപ്പെട്ട് നല്ല രൂപത്തിൽ അലങ്കരിച്ച് വെക്കപ്പെട്ട മെത്ത തലയിണകളുണ്ട്. വസറാബിയ്യു മബ്സൂസ, വിരിച്ച് വിധാനിക്കപ്പെട്ട നിലയിലുള്ള പരവതാനികളുമുണ്ട്. അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക, അള്ളാഹ് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ നമ്മൾ മനസ്സിലുള്ള തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു അത്. നിഅമത്തുകൾ, സ്വർഗീയമായ അനുഭൂതികൾ പറയുമ്പോഴൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കും. നരകം പറയുമ്പോൾ അള്ളാഹിനോട് കാവൽ ചോദിക്കും. ഈ സ്വഭാവം ഖുർആൻ ഓതുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. മാത്രമല്ല ഖുർആൻ സൂറത്ത് ഹിജ്റിലെ 47-ാമത്തെ ആയത്തിൽ പറയുന്നു, അലാ സുറുരിൻ മുതഖാബിലീൻ, കട്ടിലുകളിന്മേൽ ഇങ്ങനെ അഭിമുഖമായി കൊണ്ടവരിങ്ങനെ ഇരിക്കുകയാണ്. മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫത്തിൻ, അണിയണിയായി വെക്കപ്പെട്ട സോഫകളിന്മേൽ അവർ ചാരിയിരുന്ന് ചാരണം കൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂറത്തു തൂർ 20-ാമത്തെ വചനം. ഇനി വാഖിഅയിൽ തന്നെ കാണാം, അലാ സുറുരിൻ മൗദൂനത്തിൻ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അടുക്കി വെക്കപ്പെട്ട സോഫകളും കട്ടലുകളിന്മേലും അവർ ചാരിയിരുന്നു കൊണ്ട് പരസ്പരം നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. ഇനി സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറയുന്നു, മുത്തഖീന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, മുത്തഖീന അവർ ചാരിയിരുന്നു കൊണ്ട് ആസ്വദിക്കുകയാണ്, അവർ സുഖിക്കുകയാണ്. അലാ ഫുറുശിൻ, വിരിപ്പുകളിന്മേൽ, ഫിറാശ് ഫുറുശ്, വിരിപ്പുകളിന്മേൽ അവർ ആസ്വദിക്കുകയാണ്. ബതാഇനുഹാ, അവയുടെ ഉൾഭാഗം നിറക്കപ്പെട്ട രൂപത്തിലുള്ള ചില വിരിപ്പുകൾ, മിൻ ഇസ്തബ്റഖിൻ, കട്ടിപ്പട്ടുകൾ കൊണ്ട്, പ്രത്യേകമായ കട്ടിപ്പട്ടുകൾ കൊണ്ട് ഉള്ളിൽ നിറച്ചിട്ടുള്ള പ്രത്യേകമായ ആ നിലക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വിരികളിന്മേൽ, വിരിപ്പുകളിന്മേൽ അവർ ചാരിയിരുന്നു കൊണ്ട് സുഖിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത്, മുത്തഖീന ഫീഹാ അലൽ അറായിക്, അലങ്കൃതമായ സോഫകളിന്മേൽ ആ സ്വർഗത്തിൽ അവർ ചാരിയിരുന്നു ആസ്വദിച്ചു സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞത്, മുത്തഖീന അലാ റഫ്റഫിൻ ഖുദ്രിൻ വഅബ്ഖരിൻ ഹിസാൻ, മെത്ത തലയിണകളിന്മേൽ അവർ ചാരിയിരുന്നു കൊണ്ട് സുഖിക്കുകയാണ്. ഖുദ്രിൻ, പച്ചവർണ്ണമുള്ള മെത്ത തലയിണകളിന്മേൽ, വഅബ്ഖരിൻ ഹിസാൻ, ഏറ്റവും മുന്തിയ നല്ലതായ പരവതാനികളുടെ മേലും. സൂറത്തുർ റഹ്മാൻ അങ്ങനെയാണ് പറഞ്ഞത്.
സൂറത്തുൽ ഇൻസാനിൽ കാണാം, മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. സ്വർഗീയ കാലാവസ്ഥ കൂടി അതിൽ ചേർത്തു പറഞ്ഞു. അവരലങ്കൃത സോഫകളിന്മേൽ ചാരിയിരുന്ന് സുഖിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അവർക്ക് അനുഭവപ്പെടൂല, കാണാനില്ല, സൂര്യനില്ല, വെയിലില്ല, വലാ സംഹരീറാ, തണുപ്പുമില്ല. ആ നിലക്ക് വലിയ ഏറ്റവും നല്ല സുഖസമ്പൂർണമായ നിലക്കുള്ള താമസം, സൗകര്യങ്ങൾ, സുഖങ്ങൾ, ആഡംബരങ്ങൾ, സജ്ജീകരണങ്ങൾ. ഇനി സേവിക്കാനായി പരിചാരകരായി കൊണ്ട് പ്രത്യേകം അല്ലാഹു കുട്ടികളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതാണ് സൂറത്തുൽ ഇൻസാനിലെ 19-ലും സൂറത്തുൽ തൂറിലെ 24-ാമത്തെ ആയത്തിലുമൊക്കെ കാണാം. ആദ്യം ഇൻസാനിലായത്ത് കേട്ടോളൂ. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറാ. വയതൂഫു അലൈഹിം, അവരുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വിൽദാനുൻ, ചില ബാലന്മാർ. മുഖല്ലദൂൻ, അവർക്ക് ശാശ്വതത്വം നൽകപ്പെട്ട ബാലന്മാരാണ്. ആ പ്രായത്തിൽ നിന്ന് അവർ വലുതാകൂല. അവിടെ നിന്ന് പ്രത്യേകമായി അവർക്ക് വേറൊന്നും വൈകല്യങ്ങൾ വരൂല. അവരുടെ ആ കൗതുകവും അതുപോലെ തന്നെ അവരെ കാണാനുള്ള ചന്തവും അവരുടെ ശരീരത്തിന്റെ ആകാരഭംഗിയും വടിവും ആ മേനിയും ശരീരവുമൊക്കെ വർണ്ണിക്കുകയാണെങ്കിൽ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറാ, നീ അവരെ കാണുന്നതായാൽ നീ വിചാരിക്കും വിതറപ്പെട്ട മുത്തുമണികളെപ്പോലെ. സ്വർഗവാസികൾക്ക് ഇങ്ങനെ ഖിദ്മ ചെയ്യാൻ, സേവനം ചെയ്യാൻ വേണ്ടി സ്വർഗത്തിലൂടെ ഇങ്ങനെ പരന്നൊഴുകി നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഇങ്ങനെ കണ്ടാൽ അവരുടെ ആകാര വടിവും ഭംഗിയും ചന്തവും അവരുടെ ശരീരമൊക്കെ കണ്ടാൽ ഇങ്ങനെ എന്താ തോന്നിപ്പോവുക? മുത്തിങ്ങനെ വാരി വെതറിയിരിക്കുകയാണ് എന്ന് തോന്നും നിനക്ക്. സൂറത്തുൽ ഇൻസാൻ അല്ലാഹു പറയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ തൂറിലെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഗിൽമാനുൽ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, അവർക്ക് നല്ല ബാലന്മാരുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് പരിചരണം നൽകുവാൻ വേണ്ടി. കഅന്നഹും, ആ കുട്ടികൾ ആരെ പോലെയുണ്ട്? ലുഅ്ലുഉം മക്നൂൻ, ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുമണികളെ പോലെയുണ്ട്. ചിപ്പി തുറഞ്ഞ ഒരാളുടെ കൈസ്പർശം കൊണ്ടിട്ടില്ല. ചിപ്പി തുറന്നാൽ ആദ്യം കാണുന്ന മുത്തിന്റെ ഒരു തെളിമ, അതിന്റെ ഒരു പരിശുദ്ധി, അതിന്റെ ഒരു ലാവണ്യം, അതിന്റെ ഒരു പ്രത്യേകമായ നിലക്കുള്ള അതിന്റെ ലംഘലും അലങ്കാരവും, ആ നിലക്കാണ് ആ ബാലന്മാര് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അല്ലാഹു പറയുന്നത് സ്വർഗീയമായ ഇണകളെ സംബന്ധിച്ചാണ്. സ്വർഗത്തിൽ അല്ലാഹു പ്രത്യേകമായി മനുഷ്യനോട്, അവന്റെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വർഗത്തിൽ ഇണയോടൊത്ത്, മക്കളോടൊത്ത്, കുടുംബത്തോടൊത്ത് എല്ലാവരും ഒരുമിച്ചൊന്ന് സ്വർഗത്തിൽ കഴിയണമെന്ന്. ഒരു ദിവസം ഈ ക്ലാസ് കഴിഞ്ഞപ്പോ ഇവിടെ ഇന്ന് 1-2 സഹോദരന്മാർ എന്നോട് വന്നിട്ട് ചോദിച്ചു, സ്വർഗത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളൊക്കെ എല്ലാം കൂടി ഒന്നിച്ചു വരുന്ന വല്ല കാര്യവും ഖുർആൻ പറയുന്നുണ്ടോ? അതിന് വല്ല അവസരമുണ്ടോ? കാരണം പലർക്കും പല നിലക്കായിരിക്കില്ലേ പദവികളുള്ളത്. എല്ലാവരും കൂടെ ഒന്നിക്കണം എന്നത് മനുഷ്യന്റെ ആഗ്രഹമല്ലേ? വിശുദ്ധ ഖുർആനോ പ്രമാണങ്ങളോ അതിനെപ്പറ്റി പറയുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട് സഹോദരന്മാരെ. പക്ഷേ അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അല്ലാഹു തആല പറയുന്നുണ്ട്, സ്വർഗത്തിൽ ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. സൂറത്തുർ റഅദിലെ 23-ാമത്തെ ആയത്ത്. ഈ ലോകത്ത് സഹോദരന്മാരെ, നമുക്ക് വേണ്ടപ്പെട്ടവരായ ആളുകളെ ഒന്ന് കാണാൻ കഴിയാതിരുന്നാൽ, അവരുമായി പിരിഞ്ഞാൽ എപ്പോഴാണ് സംഗമിക്കുക എന്ന് ഓർത്തുകൊണ്ട് ദാഹിക്കുന്ന മനുഷ്യന്മാര്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി, ഇനി അവരെ എവിടെ വെച്ചാണെന്ന് കണ്ടുമുട്ടാൻ കഴിയുക? എന്റെ ഉമ്മ പോയല്ലോ, ഉപ്പ പോയല്ലോ, ബന്ധുജനങ്ങളിൽ പലരും പോയല്ലോ, ഭർത്താവ് പോയല്ലോ, ഭാര്യ പോയല്ലോ, മക്കള് പോയല്ലോ, പലരും പോയല്ലോ, ജ്യേഷ്ഠൻ പോയി, അനുജൻ പോയി. അങ്ങനെ സ്നേഹിക്കുന്ന സ്നേഹജനങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ കൂടി സ്വർഗത്തിലൊന്ന് ഒന്നിക്കാൻ
എന്താണ് റബ്ബതിന് വേദിയൊരുക്കുമോ? തീർച്ചയായും വേദിയൊരുക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. ജന്നാത്തു അദ്നിൻ, ശാശ്വതത്വത്തിന്റെ സ്വർഗങ്ങൾ, തോട്ടങ്ങൾ. യദ്ഖുലൂനഹാ, ആ സ്വർഗങ്ങളിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുന്നതാണ്. പിന്നെ പറയുന്ന വാചകം കേട്ടോ, വമൻ സ്വലഹ മിൻ അബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ പിതാക്കളും അവരുടെ ഇണകളും അവരുടെ മക്കളും, അവരുടെ പിതാക്കളും അഥവാ മാതാപിതാക്കളും അവരുടെ ഭാര്യാഭർത്താക്കളും അവരുടെ സന്താനങ്ങളും, എല്ലാവരും ആ സ്വർഗത്തിൽ അങ്ങ് പ്രവേശിക്കുന്നതാണ്. പക്ഷേ ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ എന്ന് പറഞ്ഞിട്ട് വഅബാഉഹും വഅസ്വാജുഹും വദുരിയാതുഹും എന്നല്ല അല്ലാഹു പറഞ്ഞത്. അവരും പ്രവേശിക്കും, അവരുടെ മാതാപിതാക്കളും പ്രവേശിക്കും, അവരുടെ ഭാര്യാഭർത്താക്കളും ഇണകളും പ്രവേശിക്കും, മക്കളും പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്. അവിടെ അള്ളാഹു പറഞ്ഞത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. മുഅ്മിനീങ്ങൾ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായി നന്നായിട്ടുള്ളവരും ആരുണ്ടോ അവരും പ്രവേശിക്കും. ഒരാളുടെ കെയർ ഓഫിൽ നന്നാവാത്തവൻ കിടക്കൂല, നന്നായവനെ പ്രവേശിക്കാൻ കഴിയൂ. ഈമാനുണ്ട്, അവന് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ടല്ലേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ നരകത്തിൽ പോകുന്നത്? ബാപ്പ സ്വർഗത്തിലെ ഉന്നതമായ പദവിയിൽ വിരാജിക്കുമ്പോൾ നൂഹ് അലൈഹിസ്സലാമിന്റെ രക്തത്തിൽ പിറന്ന തന്നെ മകൻ നരകത്തിലേക്ക് തള്ളപ്പെടുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും സ്വർഗീയമായ ഉന്നത പദവികൾ വിരാജിക്കുമ്പോൾ അവരുടെ ഭാര്യമാരോട് പറയപ്പെടും, വഖീല ദഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ നിങ്ങളും പ്രവേശിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടും. ഭർത്താക്കന്മാര് നല്ല ഭർത്താക്കളായിട്ട് കാര്യമില്ല, ബാപ്പ നല്ല ബാപ്പയായിട്ട് കാര്യമില്ല. ഇനി മകൻ നല്ല മകനായി ബാപ്പ രക്ഷപ്പെടുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൺമുമ്പിൽ വെച്ചല്ലേ ബാപ്പയായ ആസറിനെ ഒരു പ്രത്യേകമായ ജീവിയുടെ കോലത്തിലാക്കിയിട്ട് അതിന്റെ കാലുകൾ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന രംഗം വരുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ. അപ്പൊ കുടുംബം ഒന്നിച്ച് സ്വർഗത്തിൽ പോകണോ? ഈ ലോകത്ത് നമ്മൾ കൂട്ടുജീവിതം ജീവിച്ചിരുന്നത് പോലെ സ്വർഗത്തിൽ നമുക്ക് അവരോടൊപ്പം താമസിക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നോ അവർക്കും ഈമാൻ വേണം. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണോ? ഒന്നിച്ച് ഈമാൻ വേണം. ഞാൻ സ്വർഗത്തിൽ പോകുന്നു, എനിക്ക് എന്റെ ഭാര്യയെ കിട്ടണം, എന്റെ മക്കളെ കിട്ടണം, എന്റെ ഉപ്പയെ കിട്ടണം, ഉമ്മയെ കിട്ടണം, എന്റെ കുടുംബങ്ങളെ ഒന്നിച്ച് കിട്ടണം. അതിനെന്ത് വേണം? ഞാൻ സ്വർഗത്തിൽ പോകുന്നുവെങ്കിൽ ഞാൻ ആ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആത്മാർത്ഥമായി ഞാൻ എന്ത് പണിയെടുക്കുന്നുവോ അതിലേക്ക് എന്റെ ഉപ്പയെ ക്ഷണിക്കണം, ഉമ്മയെ ക്ഷണിക്കണം, ഭാര്യയെ ക്ഷണിക്കണം, ഭർത്താവിനെ ക്ഷണിക്കണം, മക്കളെ ക്ഷണിക്കണം, ബന്ധുജനങ്ങളെയും മിത്രങ്ങളെയും ക്ഷണിക്കണം. പൂതി വെച്ചോണ്ട് മാത്രം നടക്കൂല, പൂതി വെച്ചോണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി അവതരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധ മക്കയിൽ വെച്ച് അവിടുത്തോട് റബ്ബദാ ലോകത്തിന്റെ മുമ്പിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ പറയുന്നതിന്റെ മുന്നോടിയായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിച്ചതെന്താ? വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഓ നബിയേ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് കൊടുക്കൂ നബിയേ, ഏറ്റവും അടുത്ത ബന്ധുക്കളോട് മുന്നറിയിപ്പ് കൊടുക്കൂ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് കേട്ട് വളരെ ഗൗരവത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വിളിച്ചു വരുത്താവുന്ന അന്ന് അടുത്തുള്ള ഒരു മലമുകളിൽ കയറി കുടുംബങ്ങളെ ഓരോരുത്തരെയും വിളിച്ചില്ലേ? എല്ലാരെയും വിളിച്ച് സത്യം പറഞ്ഞില്ലേ? കുടുംബങ്ങളോട് പ്രത്യേകം പറഞ്ഞില്ലേ? ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞില്ലേ? അബ്ദു മനാഫിന്റെ സന്തതികളെ, ഖുറൈശ് ഗോത്രമേ, ഹാഷിം കുടുംബമേ, അതുപോലെ തന്നെ കഅബിന്റെ മക്കളെ, ലുഅയിന്റെ മക്കളെ, ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞില്ലേ? അൻഖിദൂ നഫ്സക്കും അൻഫുസക്കും മിനന്നാർ, നരകാഗ്നിയിൽ നിന്ന് നിങ്ങളുടെ ബോഡികളെ നിങ്ങൾ കാത്തുകൊള്ളണം. സ്വന്തം മോളോട് വരെ പറഞ്ഞു ബാപ്പ നബിയാണെന്ന് വിചാരിച്ചു മകളെ പണിയെടുക്കാതെ അവിടെ രക്ഷപ്പെടൂല.
ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ, നീയും നിന്റെ ശരീരത്തെ ബോഡിയെ നരകത്തിയിൽ നിന്ന് രക്ഷിച്ചോളണം. കാരണം നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവിടെ സാധ്യമല്ല. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ നരകത്തിൽ പോകുന്നു, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാര് നരകത്തിൽ പോകുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ തന്നെ സഹായിയായി നടന്നിട്ട് പോലും അബൂ താലിബ് നരകത്തിലേക്ക് പോകുന്നു. എന്താ കാരണം? അതൊക്കെ ഇതാണ്. അതുകൊണ്ട് രക്ഷപ്പെടൂല. അതിന് സൂറത്തു തൂറിൽ ഒന്നുകൂടി അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു സംശയമുണ്ടാകും, അതെന്താ? അങ്ങനെ ഈമാനൊക്കെയുണ്ട് സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷേ പദവി വ്യത്യാസമുണ്ടാകുമല്ലോ. ബാപ്പയുടെ ഈമാൻ ആയിക്കൊള്ളണമെന്നില്ലല്ലോ, അത്ര തന്നെ പദവി മോനുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. മോന്റെ അത്ര തന്നെ സൽക്കർമ്മങ്ങൾ ഉപ്പാക്ക് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെ പദവി വ്യത്യാസമുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോ വേറെ വേറെ സ്ഥലത്താവില്ലേ? അതിനെന്തെങ്കിലും പരിഹാരം റബ്ബ് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. സൂറത്തു തൂറിലെ 21-ാമത്തെ ആയത്തിൽ കാണാം, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. വളരെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു. ഇവിടൊക്കെ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞ കാര്യം, സ്വർഗത്തിലേക്ക് പോകണം, എല്ലാവരും പോകണം. നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പോകും, എന്റെ ഭാര്യ ഉണ്ടാവോ? എന്റെ ഭർത്താവ് ഉണ്ടാവോ? എന്റെ മക്കളുണ്ടാവോ? എന്റെ ബാപ്പ ഉണ്ടാവോ? എന്റെ ഉമ്മ ഉണ്ടാവോ? ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയല്ലേ? തീർച്ചയായും അത് ആലോചിക്കണം എന്ന് ഞാൻ പറയുന്നത്. ആലോചിക്കണം. അതിനെന്ത് വേണം? നമ്മൾ കേൾക്കുന്നത് അവരെ കേൾപ്പിക്കുന്നുണ്ടോ? ചില ആളുകൾ ഭർത്താവ് വരും, ഭാര്യ വരൂല. ഉത്ബോധനങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള സദസ്സുകളിൽ ഭർത്താവ് ഉണ്ടാവും, ഭാര്യ ഉണ്ടാവില്ല. ചിലയിടത്ത് ഭർത്താവ് ഭാര്യയെ കൊണ്ടുവിടും. എനിക്കതിന് താല്പര്യമില്ല, ഭർത്താവ് വേറെ പോയിട്ടുണ്ടോ, എന്നെ ഞാൻ എടുക്കാൻ ഞാൻ വരാം, നീ കേട്ടോ, എനിക്കതൊന്നും പ്രശ്നമില്ല, കേൾക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഭർത്താവിന്റെ വഴിക്ക് പോയി. അങ്ങനെ ഉണ്ടാവും കുറെ ആള്. വേറെ ചിലയിടത്ത് ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളില്ല. വേറെ ചിലയിടത്ത് മക്കൾക്ക് താല്പര്യമുണ്ട്, ബാപ്പാക്കും ഉമ്മാക്കും താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ ആയാ നമ്മുടെ ഈ മോഹം പൂവണിയുമോ? എന്താ ഈ മോഹം? ഇത് തമന്നി കൊണ്ട്, കേവല വ്യാമോഹം കൊണ്ട് കിട്ടുന്നതാണോ സ്വർഗം? അങ്ങനെ കിട്ടുന്നതല്ല. എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിലെത്തണോ? എല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിന്റെ ദൂതനാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് വരണം. അതിന് തയ്യാറില്ലെങ്കിൽ, ഭാര്യ തയ്യാറില്ല, ഭർത്താവ് തയ്യാറാണെങ്കിൽ ആ ഭാര്യ ചിന്തിച്ചുകൊള്ളുക, ഒരുമിക്കാൻ കഴിയൂല. ഭർത്താവിന് ഇസ്ലാമികമായ താല്പര്യമുണ്ട്, ഭാര്യ അവളുടെ വേഷമടക്കം മാറ്റിയിട്ടില്ല. സ്വർഗത്തിലെത്താൻ കഴിയോ? സ്വർഗത്തിന്റെ പരിമളം പോലും നിഷേധിക്കപ്പെടുമെന്നല്ലേ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞത്? ഭാര്യയ്ക്ക് ഇസ്ലാമുണ്ട്, ഭർത്താവിനില്ല. ഒന്നിച്ചു കൂടുമോ? കൂടില്ല. ആസിയ റളിയല്ലാഹു അൻഹാ അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? ഫിർഔനിന്റെ ഭാര്യ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്കൊക്കെ മാതൃക എന്ന് പറഞ്ഞത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ മഹദിയായ അവര് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി എന്റെ രക്ഷിതാവേ. ഫറോവയുടെ കീഴിൽ ജീവിച്ചിരുന്ന അവര് ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നപ്പോ ഭർത്താവാണെങ്കിൽ തെമ്മാടിയാണ്, ധിക്കാരിയാണ്, മോശപ്പെട്ടവനാണ്. ഇനി ഇയാൾ ഒന്നിച്ചുള്ള ജീവിതം എനിക്ക് വേണ്ടതില്ല, ഈ കൊട്ടാര സൗകര്യങ്ങൾ എനിക്ക് വലുതല്ല. റബ്ബി എന്റെ രക്ഷിതാവേ, ഇബ്നിലി നീ എനിക്ക് പണിതു തരണം, നിർമ്മിച്ചു തരണം. സ്വർഗത്തിൽ നിന്റെ അടുക്കൽ ഒരു വീട്, ഒരു കൊട്ടാരം, അതാ എനിക്ക് വേണ്ടത്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിൽ നിന്നും അവന്റെ അക്രമങ്ങളിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹ് എന്നെ രക്ഷിക്കണം.
അവർക്ക് ഉന്നതമായ സ്വർഗല്ലേ, സ്വർഗീയ സ്ത്രീകളുടെ നേതാവല്ലേ ഹാസിയ റളിയല്ലാഹു അൻഹ. ഭർത്താവിന് വല്ല കാര്യമുണ്ടോ? ഭർത്താവിന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ ഉൾക്കൊള്ളേണ്ടുന്ന ചരിത്രങ്ങളാണ്. നമ്മൾ ചില ആൾക്കാരുണ്ടോ കുടുംബത്തിൽ, നമ്മളിങ്ങനെ നന്നായാൽ മതി, അവളെങ്ങനെയൊക്കെ കഴിഞ്ഞോട്ടെ, അങ്ങനെ പറ്റുമോ? അല്ലെങ്കിൽ അയാൾ എങ്ങനെയൊക്കെ കഴിഞ്ഞോട്ടെ, ഞാൻ പേരാലും എന്റെ ഭർത്താവായി പോയില്ലേ, അങ്ങനെ പറ്റൂല. വളരെ പരിശ്രമം ആവശ്യമാണ്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, നന്നാവണം, നന്നാക്കണം. എന്തിന് ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. സ്വർഗത്തിലേക്ക് കയറുമ്പോ നമ്മളൊപ്പം നമ്മളെ ഇണകളും വേണം, നമ്മളെ മാതാപിതാക്കളും വേണം, നമ്മളെ മക്കളും വേണം. അതിനെന്താ കണ്ടീഷൻ അല്ല പറഞ്ഞത്? വമൻ സ്വലഹ, ഒരാളുടെ മകനായി, മകളായി, ബാപ്പയായി, ഉമ്മയായി, ഭർത്താവായി, ഭാര്യയായി എന്നതല്ല മാനദണ്ഡം. വമൻ സ്വലഹ, ആര് നന്നായോ അവരുടെ കൂട്ടത്തിൽ നിന്ന് നന്നായവര്, സദ്വൃത്തരായവര്, അവര് ഇവിടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെന്താ പ്രശ്നം? പദവി വ്യത്യാസല്ലേ? അത് അല്ലാഹു തആല വേണ്ട സ്ഥലത്ത് വേണ്ടയിടത്ത് ഒരുമിച്ച് കൊടുക്കും. കുറച്ച് പദവി കുറഞ്ഞവന് പദവിയാണ് കൂട്ടിക്കൊടുക്കും. അതാ ഈ ആയത്തിൽ സൂറത്ത് തൂറിൽ നിങ്ങൾ കേട്ടത്. വല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ചവർ മുഅ്മിനീങ്ങൾ, വത്തബഅതുഹും ദുർരിയതുഹും, അവരുടെ സന്താനങ്ങളും അവരോട് പിന്തുടർന്നിട്ടുണ്ട്, ബിഈമാനിൻ, സത്യവിശ്വാസത്തോടെ അവരെ അവരുടെ സന്താനങ്ങളും പിന്തുടർന്നിട്ടുണ്ട്. എന്താ അല്ലാഹു പറയുന്നത്? ശരിക്കും ശ്രദ്ധിക്കുക. മുഅ്മിനീങ്ങൾ, യഥാർത്ഥ വിശ്വാസികൾ, ആ വിശ്വാസികളുടെ മക്കളും അവരുൾക്കൊണ്ട അതേ ആദർശത്തിൽ നല്ല ഈമാനോടെ മാതാപിതാക്കളുടെ കൂടെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, അവരുടെ സന്താനങ്ങളെ ആ മാതാപിതാക്കളോട് നാം ചേർത്തു കൊടുക്കുന്നതാകുന്നു. അൽഹഖ്നാഹും, അൽഹഖ്നാ ബിഹിം, ആ വിശ്വാസികളായ മാതാപിതാക്കളോട് നമ്മൾ ചേർത്തു കൊടുക്കും. ആരെ? ദുർരിയതഹും, അവരുടെ അത്ര തന്നെ പദവിയിൽ എത്തിയിട്ടില്ലാത്ത മക്കളെ. അപ്പിമ്മിയുള്ളടത്തേക്ക് പോകാൻ മാത്രം സ്വർഗത്തിൽ ഈ മക്കള് അമലുകൊണ്ട് എത്തിയിട്ടില്ല. മുഅ്മിനീങ്ങളാണ്, സ്വർഗത്തിൽ തന്നെ എത്തിയിട്ടില്ല. എന്നാൽ അല്ലാഹ് പറയുന്നു, ഈ മുഅ്മിനീങ്ങൾക്ക് നല്ല കൺകുളിർമയും ആശ്വാസവും സന്തോഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹ് ഈ മുഅ്മിനീങ്ങളോട് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണെന്ത്? തങ്ങളുടെ അത്ര തന്നെ പദവിയിലേക്ക് അമലുകൊണ്ട് എത്തിയിട്ടില്ലാത്ത മക്കളും സ്വർഗത്തിന്റെ ഏതെങ്കിലും കോണിലുണ്ടെങ്കിൽ ഇവരുടെ പദവിയിലേക്ക് ഈ മക്കളെ അല്ലാഹു എന്ത് ചെയ്യും? അങ്ങ് ചേർത്ത് വെച്ചു കൊടുക്കും. അതാണ് അൽഹഖ്നാ ബിഹിം, നാം അവരോട് ചേർത്ത് കൊടുക്കുന്നതാണ്. ദുർരിയതഹും, അവരുടെ സന്താനങ്ങളെ, വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ, ബാപ്പന്റെ വല്ല കർമ്മഫലം കുറച്ചിട്ടാണ് മക്കൾക്ക് കൊടുത്തിട്ടാണോ? ബാപ്പന്റെ വല്ല അമലൊന്നും കുറച്ചെടുത്തിട്ട് മക്കൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരെ കയറ്റുന്നതാണോ? അല്ല. വമാ അലത്നാഹും, നാം അവർക്ക് കുറവ് വരുത്തുന്നതുമല്ല, മിൻ അമലിഹിം, അവരുടെ കർമ്മഫലത്തിൽ നിന്ന്, മിൻ ശൈഇ, യാതൊന്നും തന്നെ കമ്മി വരുത്തുന്നതുമല്ല. മാതാപിതാക്കളുടെ ഏതെങ്കിലും ഒരു ഡിഗ്രി കുറച്ചിട്ട് പിന്നെ കുറച്ച് പെരുക്കുവാൻ കൊടുത്തിട്ട് വരേണ്ട ഒന്നിപ്പിക്കലല്ല. ഇവരോടുള്ള റബ്ബിന്റെ പ്രത്യേകമായൊരു അനുഗ്രഹമായിരിക്കും അതെന്ത്? ഇവരെ മക്കളെയും കൂടെ അത്ര അമലിൽ എത്തിയിട്ടില്ലെങ്കിലും അവരിലേക്ക് അങ്ങ് ഉയർത്തിക്കൊടുക്കുന്നത് എന്നാണ്. ഇങ്ങനെ ചെയ്യണേ എന്ന് ലോകത്തിപ്പോഴും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കണേ അല്ലാഹ്, അവരോടൊപ്പം എത്തിയിട്ടില്ലാത്തവരെ അവരുടെ കൂടെ ചേർത്ത് കൊടുക്കണേ എന്ന് ഇപ്പോഴും അത് ലോകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാ പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോളൂ. സൂറത്ത് മുഅ്മിനിന്റെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിച്ചോളൂ. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم.
മലക്കുകളുടെ പ്രാർത്ഥന. ആയത് മലക്കുകൾ, എല്ലാ മലക്കുകളും അല്ല. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അർശിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മലക്കുകളുണ്ട്. അള്ളാന്റെ അർശിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മലക്കുകളുണ്ട്. അതിന്റെ ചുറ്റുമുള്ളവരും അവരുടെ പണി എന്താ? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരവരുടെ രക്ഷിതാവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ആ മലക്കുകളുടെ ഡ്യൂട്ടി അതാണ്. അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇങ്ങനെ തസ്ബീഹിലാണ്, തഹ്മീദിലാണ്. വയുഅ്മിനൂന ബിഹി, അവരിൽ അവൻ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, വയസ്തഗ്ഫിറൂൻ, അവര് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിലുള്ള ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ അടുക്കലുള്ള മലക്കുകള് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്താ അവര് പറയുന്നത്? എന്താ അവര് പ്രാർത്ഥിക്കുന്നത്? അവരുടെ പ്രാർത്ഥന പറയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, എല്ലാ വസ്തുക്കളിലും കാരുണ്യവും അറിവും വിശാലമായവനല്ലേ നീ. എല്ലാ വസ്തുക്കൾക്കും നീ കരുണ കൊടുക്കുന്നവനും എല്ലാരെ കുറിച്ചും നിനക്ക് അറിവുണ്ടല്ലോ. നിന്റെ അറിവും നിന്റെ കാരുണ്യവും സർവ്വ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുകയാണ്. അത്രത്തോളം വിശാലമായ അറിവും വിശാലമായ കരുണയുമാണ് നിന്റേത്. ആകയാൽ ഫഗ്ഫിർ ലില്ലദീന താബൂ, പശ്ചാത്തപിക്കുന്നവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. തൗബ ചെയ്യുന്നവർക്ക് നീ എന്ത് ചെയ്യണേ? പൊറുത്തു കൊടുക്കണേ, പൊറുത്തു കൊടുക്കണേ. ഈ ഒരു കാര്യം നമ്മൾ നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റുകളിലും ദുആയിലുമൊക്കെ ആയിട്ട് നമ്മൾ നിസ്കരിച്ച സ്ഥലത്തിരിക്കുമ്പോഴും, നിസ്കാരത്തിന്റെ മുമ്പ് ജമാഅത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴൊക്കെ ആ പള്ളിയിലുള്ള ചില പ്രത്യേകമായ മലക്കുകളും ഇത് ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. അല്ലാഹുവേ, ഈ സഹോദരി ഇരിക്കുന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തോട് കരുണ ചെയ്യണേ, അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കണേ. ദുനിയാവിൽ പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിസ്കാരം കഴിഞ്ഞിട്ട് ഉളുവോടുകൂടെ തന്നെ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ദിക്ർ ദുആകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഉളു മുറിയുന്നത് വരെ മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതതിന്റെ പുറമുള്ള പ്രാർത്ഥന, ഇതതിന്റെ പുറമേയുള്ള പ്രാർത്ഥനയാണ്. മലക്കുകൾ ചോദിക്കുന്നു റബ്ബിനോട്, ഫഗ്ഫിർ ലില്ലദീന താബൂ, പശ്ചാത്തപിക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ. വത്തബഉ സബീലക, നിന്റെ മാർഗത്തെ പിൻപറ്റിയവർക്കും, വഖിഹിം, നീ അവരെ കാത്തുകൊള്ളേണമേ, അദാബൽ ജഹീം, കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്തുകൊള്ളുകയും വേണമേ. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. ഇനി ആ വിഷയം വരുന്നത് നാളെ പരലോകത്ത് നമുക്ക് കിട്ടാനുള്ള കാര്യത്തിന് വേണ്ടി ഇപ്പോഴും തേടുകയാണ്. എന്താ തേട്ടം? റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വഅദ്ഖിൽഹും, നീ അവരെ പ്രവേശിപ്പിക്കണേ, ജന്നാതി അദ്നിൻ, ശാശ്വതത്വത്തിന്റെ തോട്ടങ്ങളിൽ, സ്വർഗങ്ങളിൽ. എങ്ങനത്തെ സ്വർഗങ്ങളാണ്? അല്ലതീ വഅദ്തഹും, നീ അതവരോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗങ്ങളാണ്. ആ സ്വർഗങ്ങളിലേക്ക് നീ അവരെ പ്രവേശിപ്പിക്കണേ. വമൻ സ്വലഹ മിൻ ആബായിഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് നല്ലവരെയും, വഅസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്ന് നല്ലവരെയും, വദുരിയാതിഹിം, അവരുടെ സന്താനങ്ങളിൽ നിന്ന് നല്ലവരെയും. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കള് നമ്മളെ കൂടെ, ഓരോ മക്കളെ ഓരോ കൂടെ കൊടുക്കണേ, ഓരോ മാതാപിതാക്കൾ അവരുടെ കൂടെ കൊടുക്കണേ, അവരുടെ ഭാര്യാഭർത്താക്കന്മാരെ അവരെ ഒന്നിച്ചാക്കണേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീയാണല്ലോ ഏറ്റവും പ്രതാപശാലിയും യുക്തിയുള്ളവനും. ഇത് സൂറത്ത് മുഅ്മിനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല വിശദീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനത്തിന് അർഹരല്ലാത്ത അംഗങ്ങളെ സത്യവിശ്വാസികളോടൊപ്പം സ്വർഗത്തിലാക്കണേ എന്നല്ല ഈ പ്രാർത്ഥിക്കുന്നത്. അർഹത ഉള്ളവരെയാണ്. ആ അർഹതയിൽ കുറച്ച് പദവി കുറഞ്ഞവരെയൊക്കെ അവരുടെ കൂടെ ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് കുടുംബങ്ങള് പരസ്പരം സന്തോഷത്തിലും നിത്യസമ്പർക്കത്തിലും കഴിഞ്ഞുകൂടുവാനുള്ള സാഹചര്യം
സ്വർഗത്തിലും കിട്ടണമെങ്കിൽ നമ്മൾ നന്നായി പണിയെടുക്കേണ്ടതുണ്ട്. കുടുംബത്തിന്റെ ഇടയിൽ നിന്നാണ് അല്ലാഹു പറയുന്നത്. കുടുംബത്തിന്റെ ഇടയിൽ പണിയെടുക്കണം. അപ്പോഴേ അവര് കൂടെ ഉണ്ടാവും. അവര് കൂടല്ലാത്തൊരു ജീവിതം നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? അവരെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നുണ്ടോ? പിരിഞ്ഞവരെ എപ്പോൾ സംഗമിക്കും എന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞുകൂടുന്നവരല്ലേ നമ്മൾ. ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു പോയവരെ ഇനി പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ കാണാൻ കഴിയില്ലേ എന്ന് ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ? നമ്മെ നൊന്തുപെറ്റ ആ ഗർഭപാത്രത്തിന്റെ ഉമ്മയെ കാണാൻ, നമുക്ക് വേണ്ട രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച ആ ഉപ്പയെ കാണാൻ, നമ്മൾ വളർത്തിയുണ്ടാക്കിയ നമ്മുടെ അരുമ സന്താനങ്ങളെ കാണാൻ, നമ്മുടെ സ്നേഹം പങ്കിട്ട നമ്മുടെ ഭാര്യയെ കാണാൻ, ഭർത്താവിനെ കാണാൻ, എല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്തുണ്ടാവണമെന്ന് മോഹിക്കാത്തവരാരാളുള്ളത്? പക്ഷേ സ്വർഗം അത് തമന്നി കൊണ്ട് കിട്ടൂല, വ്യാമോഹങ്ങൾ കൊണ്ട് കിട്ടൂല. ആ വ്യാമോഹങ്ങൾ മാറ്റിവെച്ചിട്ട് ഒരുമിക്കാനുള്ള വഴി അല്ലാഹു തആല ഈ ആയത്തിൽ ചുരുക്കി ഒരൊറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞില്ലേ? വമൻ സ്വലഹ, വമൻ സ്വലഹ, നന്നാവ്, നന്നാവ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതേ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കുവോളം നീ ഞങ്ങളെ നന്മയുടെ മുന്നണി പോരാളികളാക്കണം, മുന്നിൽ നടക്കുന്നവരാക്കണം. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ തരണം, സന്തോഷം തരണം. ഒരു നാളെ പരലോകത്തും ആ സന്തോഷം കിട്ടണമെങ്കിൽ അതിന് ഇവിടെ വെച്ച് തന്നെ വളരെ പ്രാധാന്യം. അപ്പൊ ഭർത്താവിനൊരു കടമുണ്ട് ഭാര്യയോട് പറയാൻ, ഭാര്യയ്ക്ക് ഒരു കടമുണ്ട് ഭർത്താവിനോട് പറയാൻ, വാപ്പാക്ക് കടമുണ്ട് മക്കളോട് പറയാൻ, മക്കൾക്കൊണ്ട് തിരിച്ചിങ്ങോട്ട്. ഇങ്ങനെ ഒരു കുടുംബം, ഒന്നിച്ച് കുടുംബ സംഗമം എന്നൊക്കെ പറയുമ്പോ എന്താ ഒരു ആഗ്രഹം. എന്നോ കഴിച്ചിട്ടില്ലാത്ത, കണ്ടുമുട്ടിയിട്ടില്ലാത്ത കുടുംബങ്ങളൊക്കെ കൂടി ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുക, കുടുംബവേദി സംഘടിപ്പിക്കുക. ഇതൊക്കെ എന്റെ കുടുംബങ്ങളാന്നൊക്കെ പറയുമ്പോൾ ഒരു സമാധാനം, സന്തോഷം ദുനിയാവിൽ കേവലം ക്ഷണികമായ ലോകത്ത്. ആഖിറത്തിലോ, ആഖിറത്തിലോ എത്രയായിരിക്കും അതിന്റെ ദുരന്തം വേറെ വേറെയാകുമ്പോ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം വിചാരിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ഇണകൾക്കും കുടുംബത്തിനും ഒന്നാകെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ നാം മനസ്സിലാക്കിയ സത്യത്തിന്റെ, ആദർശത്തിന്റെ മാർഗങ്ങളിലേക്ക് വളരെ കൃത്യമായി അവരെയും കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, അധ്വാനങ്ങളിൽ നാം ഓരോരുത്തരും മുഴുകേണ്ടതുണ്ട്. പ്രയത്നങ്ങളും അധ്വാനങ്ങളും നടത്തിയാൽ ഫലമുണ്ടാകുമോ ഇല്ലേ? അത് അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നടത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നടത്തേണ്ടത് നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ ബാധ്യതയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് കുറ്റമില്ല മകൻ നരകത്തിൽ പോകുന്നത് കൊണ്ട്. ഭാര്യമാര് നരകത്തിൽ പോയതുകൊണ്ട് ഈ പ്രവാചകന്മാര് കുറ്റക്കാരല്ല. എന്താ കാരണം? അവരൊക്കെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. ബാധ്യത നിർവഹിക്കാനേ നമുക്ക് കഴിയൂ. ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനേ നമുക്ക് കഴിയൂ. മനപരിവർത്തനം നടത്തേണ്ടത് മനസ്സിന്റെ അറിയാവുന്ന ഉടമയായ, അതിന്റെ ഉടമസ്ഥനായ രാജാതിരാജനായ റബ്ബാണ്. അവനാ മനസ്സ് നന്നാക്കേണ്ടത്, അവനാ മനസ്സ് നന്നാക്കേണ്ടത്. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിൽ, എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും. എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും സ്നേഹിക്കുന്നവരോടല്ലേ അത് പറയേണ്ടത്? ഏറ്റവും സ്നേഹിക്കുന്നവരല്ലേ ഒരുമിച്ച് സ്വർഗത്തിൽ വേണം നമ്മൾ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് ഈ ഒരു സന്ദേശം നമ്മളെ മനസ്സിൽ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സന്തോഷപൂർവ്വം കുടുംബങ്ങളോടൊന്നിച്ച് അവന്റെ സ്വർഗം പങ്കിടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.